ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കുറേ ബിസിനസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയത്തില്ല. നമ്മൾ ഒറ്റ ബിസിനസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ബിസിനസ് ആണെങ്കിൽ പൊട്ടിപ്പോയി. നമ്മൾ സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വേഗം എല്ലാ ബിസിനസ്സും ചെയ്യണം. അപ്പോൾ അതിനാകെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒറ്റ വരികയേ ഉള്ളൂ, മാൾ. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നൊരു മാളാണ്. അത് പൊട്ടുമോ വിജയിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ കഴിച്ച് നമ്മൾ നേരെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് താഴോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. താഴോട്ട് പോവാം. ഇവിടെ കുറേ സ്റ്റോർസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഫസ്റ്റ് ക്ലോത്ത് സ്റ്റോർ. ടാബ് എടുക്കുക. ആട്ടുകാട്ട് പിന്നെ എടുക്കുക. ഗൈസ് ഇങ്ങനെ ബൈ. ടോട്ടൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ എത്ര രൂപയുണ്ട്? 1500 രൂപയുണ്ട്. ഓക്കെ, ഇതെവിടെ വരും? ഇവിടെ വന്ന് ലെറ്റ്സ് ഗോ. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡ് ഇവിടെ ഇരിക്കത്തില്ല. ഇവിടെ ഇരിക്കും. ഇത് നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ഫസ്റ്റ് സ്റ്റാൻഡ്. ലെറ്റ്സ് ഗോ. ഇതിനി ശരിക്കും ആയാൽ മതി. അത് സെറ്റായിട്ട് വേണം ഗൈസ് നമുക്കൊരു. ഇതിന് റാക്ക് വേണം, എക്സ്ട്രാ റാക്ക് വേണം ഇതിന്. ഇപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ സാധനം വാങ്ങിക്കാം. അയ്യോ, അതെവിടെ ആയിരുന്നു ഗൈസ്? ടാബ് എടുക്കുന്നത് എവിടെ ആയിരുന്നു? നോ. അൺലോക്ക് യുവർ സിനിമ ഹോൾ ഫസ്റ്റ്. ഫിൽ ക്ലോത്ത് ടു ദ. ഇത് റാക്കല്ലേ ഗൈസ്? ഇവിടെ ഞെക്കിയാൽ മതി. ഓക്കെ എടുക്കുക. ക്ലോസ് സ്റ്റോർ. ടാപ്പ് ടു കണ്ടിന്യൂ. ക്ലോസ് സ്റ്റോർ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. എന്താണ് അപ്പോൾ നമ്മുടെ മോൾ? എൻ്റെ പിന്നെ ആൾക്കാർ ഇടിച്ചു തള്ളി വരുത്തോ. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സാധനം വാങ്ങണം. ഇവിടെ കറക്റ്റാ. വന്നു. അത് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നു. ഇതൊക്കെ എങ്ങോട്ട് പോവാ? അതൊന്നും ഒന്നുമില്ല ചേച്ചി. ഇത് അത്രയല്ല, എല്ലാം നോക്കുക. എല്ലാം നമ്മളപ്പോൾ ഇവിടെ എൻ്റെ 4 ജീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കേസ്. നമ്മുടെ കടയിൽ ആദ്യമായിട്ട് 4 ജീൻസ് വാങ്ങിയ ആദ്യത്തെ ആൾ കേട്ടോ. കാട് എൻ്റെ മോനെ. ചേച്ചി കണ്ടാൽ അറിയാം റിച്ചാണ്. ഇവനൊക്കെ ഒന്നേ വാങ്ങിയല്ല, കുഴപ്പമില്ല, പോട്ടെ. എൻ്റെ മോനെ ഫസ്റ്റത്തെ കസ്റ്റമർ തന്നെ സെറ്റ്. കേസ് ആട് കണ്ടു കഴിഞ്ഞാൽ കുറേ ഇത് കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. 57 രൂപ നമ്മൾ തിരിച്ചു കൊടുക്കണം. 50 എടുക്കുക. 1 ഓക്കെ കൊടുത്തു. നമുക്കപ്പോൾ ഇതിൽ മറ്റേ ക്യാഷറൊക്കെ വെക്കാമല്ലോ. നമ്മുടെ പ്രൊഡക്റ്റൊക്കെ തീർന്നു. നോക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി സാധനങ്ങൾ വാങ്ങണം. ജീൻസിൽ 150 കിടക്കട്ടെ. ഷർട്ട്സിൽ ഇതും കിടക്കട്ടെ. എല്ലാം കിടക്കും. ഷോർട്സും കൂടെ കിടന്നോട്ടെ. 760 രൂപയ്ക്ക് സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കിടക്കട്ടെ. നമുക്ക് ഇച്ചിരി കൂടെ ഇത് റാക്ക് വാങ്ങിയേക്കാം. കിടന്നോട്ട് നമ്മൾ മൊത്തം നമ്മുടെ കട സെറ്റാക്കണമെന്ന് എനിക്കുള്ളൂ. സ്പെഷ്യൽ റാക്ക് ടോപ്പ് ആൻഡ് ഷോർട്സ് റാക്ക്. ഇത് ഒരെണ്ണം കിടക്കട്ടെ. ബാക്കി എൻ്റെ $70. ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇതൊക്കെ വിൽക്കുമ്പോൾ ഇച്ചിരി പൈസ കിട്ടിയാൽ മതി. ആയിരുന്നു കേസ്. പണി പാളി. ഇത് അവസാനം എനിക്ക് ഒരു പൈസയും പോലും കിട്ടിയില്ലെങ്കിൽ ഞാൻ നമ്മുടെ മാളുടെ ലെവല് മേളിൽ കാണിക്കുന്നുണ്ട്. എത്ര? ലെവൽ 2 ആയി. സേവിങ് പ്രോഗ്രസ് സേവ്. ഇവിടെ എങ്ങോട്ടായി എടുത്തോണ്ട് തോന്നുന്നു. ടാപ്പ് ഓപ്പൺ ദ ബോക്സ്. ഈ ഷോർട്സ് വെക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. അവിടെ ഇതിലാണ് നമ്മൾ ഷോർട്സ് വെക്കുന്നത്. അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ എടുത്ത് എറിഞ്ഞു. എത്ര രൂപ സാധനം? 700 രൂപയായി ഷോർട്സിനും സാധനത്തിനും മാത്രം. ഭയങ്കര വിലയാണ്. ഓക്കെ, ഇവിടെ തൂക്ക്. ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് ബില്ലടിക്കാൻ. ഞാൻ ബില്ലടിച്ച് കൊടുക്കട്ടെ. 80 രൂപ. അത്രേ ഉള്ളൂ. നമുക്ക് നല്ല പൈസ കിട്ടും കേട്ടോ. അയ്യോ, എത്ര രൂപ കൊടുക്കണ്ടേ? 28.
ഇവരൊക്കെ ക്യാഷായിട്ട് എഴുതുന്നുണ്ടേ. കാർഡൊക്കെ വേഗം ഇത് ചെയ്തുവോ. 80 കാർഡ് അത്രേ ഉള്ളൂ. ലീവ് കൗണ്ടർ. നമ്മൾ ഡ്രസ്സ് ഇത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സുണ്ട്. ഇതന്നെ ഇതിവിടെ ഇത് ഞാൻ ഇവിടത്തേക്ക് വേണ്ടി. ഗൈസ് ഇതായിരുന്നു ഷോർട്സ് റാക്ക്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ തെറ്റിപ്പോയിട്ടാണ് ഷോർട്സ് ഇട്ടത്. പിന്നെന്തിനും ഞാൻ മറ്റേത് വാങ്ങിച്ചത്. അതെന്തിനാ കേട്ടോ, നമുക്ക് പിന്നെ സെറ്റാക്കാം. ഇപ്പം വേഗം ഇട്ട കസ്റ്റമേഴ്സ് ഉണ്ട്. ലെവലപ്പ് ആകും. ലെവൽ ഇതായി. ടാപ്പ് ടു സർവർ. നമുക്കൊരു ഇതിനെ വെക്കണം, ഒരു കാഷ്യറിനെ ഇപ്പം തന്നെ വെച്ചേക്കാം. കാരണം ഇപ്പം തന്നെ നമ്മൾ ഭയങ്കര ആളായി കണ്ടോ. ഫുള്ള് നല്ല ഞാൻ എത്രയാണോ അടിച്ചു കൊടുക്കുന്നത്. 20 ടു അലേർട്ട് പ്ലീസ് ക്യാൻ ടോയ്ലറ്റ് അതർവൈസ് ദ മാൾ റേറ്റിംഗ് വിൽ. നമ്മുടെ മാളുടെ റേറ്റ് കുറയുന്നു. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം. അതിപ്പോൾ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ സെറ്റാക്കും. ഇപ്പോൾ ക്ലീൻ ചെയ്യാം. ഇത്രയും കൊടുക്കണ്ട. 20 5 എൻ്റെ പോലെ ക്രിസ്മസ് പപ്പൊക്കെ ക്രിസ്മസ് കഴിഞ്ഞിട്ടും വരുമോ? ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. ക്രിസ്മസ് അപ്പൂപ്പന് എല്ലാവർക്കും പറ്റും. അത്രേ ഉള്ളൂ. ക്രിസ്മസ് അപ്പൂപ്പനൊന്നും റിച്ച് അല്ല. കൂട്ടിയിടണം. അല്ല പൊന്നേട്ടാ വാ. അത്രേ ഉള്ളൂ. വന്ന് സാധനം തീർന്നാലേ ഇനി ആൾക്കാർ പോകത്തുള്ളെന്നോ തോന്നുന്നേ. നോക്കാം. ഓക്കെ, അൺലോക്ക് ഷൂ സ്റ്റോർ. നമുക്കിനി അടുത്ത സ്റ്റോർ അൺലോക്ക് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ ഈ ടാബ് എടുത്തിട്ട് ഈ ക്ലോസ് സ്റ്റോറിൽ ഒരു ഹുഡീസ് ജാക്കറ്റ്സ് ഒരു ക്യാഷറിനെ ഹയർ ചെയ്യാം. പേ ആൻഡ് ഹയർ. ഓക്കെ, $65 എൻ്റെ കയ്യിലുണ്ടല്ലോ. 65 അത്രേ ഉള്ളൂ. ക്യാഷർ വന്നു. നമുക്ക് നമ്മുടെ ക്ലോത്ത്സൊക്കെ കുറവാണ്. നമുക്കൊന്ന് ഇത് തുറന്നിട്ട് ഇത് നമ്മുടെ ഏതാ ഷൂ സ്റ്റോറും കൂടെ തുറന്നിട്ട് നമുക്ക് സാധനമൊക്കെ സെറ്റാക്കാം. ഇപ്പോൾ ഇവിടെ ഷൂ സ്റ്റോർ 250. എൻ്റെ പിന്നൊക്കെ ഇതിങ്ങനെ ഇത്രേ ഉള്ളൂ. എടുക്ക്. ക്ലീൻ ചെയ്യാൻ തന്നെ ഇച്ചിരി സമയം എടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങൾ നമുക്കൊന്ന് വാങ്ങാം. ഓക്കെ, ഇപ്പോൾ വാങ്ങാം. ഇപ്പോൾ 2 സെക്കൻഡ്. ഗൈസ് നമ്മൾ ടോയ്ലറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷൂ സ്റ്റോറിലേക്കുള്ള സാധനം, ഷൂ സ്റ്റോറിലേക്കുള്ള ഇത് ഒരെണ്ണം, ഇതൊരെണ്ണം. പിന്നെ എത്ര? 1600 രൂപയുടെ. എൻ്റെ മോനെ, പേർ ഷൂ റാക്ക് ഒരെണ്ണം വാങ്ങാം. ബൈ. നമുക്ക് പണിയാ. ഗൈസ് റാക്ക് വന്നില്ലല്ലോ. റാക്ക് വന്നില്ല. റാക്ക് ഗൈസ് എന്നാ വില ഈ ഷൂസിൻ്റെ. ഇത് നല്ല ഇത് കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിലാ കാണിച്ചു തരാം എത്ര കഷ്ടപ്പെട്ട ഷൂസൊക്കെ വാങ്ങിയെന്നറിയാമോ. നമ്മുടെ പൈസ മൊത്തം തീർന്നു. $400. ഇനി ഞാൻ മറ്റിടത്തോട്ട് എങ്ങനെ സാധനം വാങ്ങും? ഇനി എങ്ങനെ ഞാൻ മറ്റിടത്തോട്ട് സാധനം വാങ്ങുമോ? ഐ ഡോണ്ട് നോ ബ്രോ. കുഴപ്പമില്ല. ഇനി അടുത്ത ഷൂസ് ഉണ്ട്. ഇത് വെച്ച് നമ്മൾ നല്ല പൈസ ഉണ്ടാക്കും. ഓക്കെ, മാളിൻ്റെ ലെവൽ കൂടിയെന്നാണ് തോന്നുന്നത്. മാൾ ലെവൽ കൂടിയില്ല. പിന്നെ നമുക്ക് ഈ പൈസ കൂട്ടിയിടാൻ പറ്റുമോ? 175 വേണ്ട. ആഡ് കണ്ട് വെറുതെ നമ്മുടെ മാൾ ഓപ്പണായി. ഇല്ല, ഓപ്പണാക്കാം. അങ്ങനെയാണോ ഈ ഓപ്പൺ ആക്കുന്നത്? നമ്മുടെ മാളിൽ ഇനി ക്ലോത്ത് സ്റ്റോറിലേക്കുള്ള ഇച്ചിരി സാധനങ്ങളാകട്ടെ. ഇവിടെ ആടുണ്ട്, ഇച്ചിരി ഉള്ളൂ. ഇത് വെച്ച് നമ്മൾ ബിസിനസ്, ഇങ്ങനെയാണ് ബിസിനസ് ഐഡിയ.
നമ്മൾ ക്രിസ്മസ് അപ്പം ഇത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വിൽക്കുക അടുത്ത ക്രിസ്മസിന് വേണ്ടി. എന്തൊക്കെയാണോ ഓക്കെ. ഇനി എങ്ങനെ മാറും? ഡയറ്റിംഗ് നെക്സ്റ്റ് റീഫിൽ കസ്റ്റമേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും ഇപ്പുറത്തോട്ട് ഇവിടോട്ട് വരുന്നുണ്ട്. ചിലവർ ടോയ്ലറ്റ് കെളുത്തിയിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. ന്യൂ കസ്റ്റമർ അറ്റ് ക്ലോത്ത് സ്റ്റോർ കൗണ്ടർ. അത്രേ ഉള്ളൂ. പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ക്ലോത്ത് സ്റ്റോറിലാണേ ഉള്ളൂ. നമുക്കാണെങ്കിൽ നല്ല കസ്റ്റമേഴ്സ്. എടാ ഷൂ സ്റ്റോറിലോട്ട് ആരും വരുന്നില്ല ഗൈസ്. പണി പാളിന്നാണ് തോന്നുന്നത്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ക്ലോസ് ഫോർ ഫിനിഷ്ഡ് ഓർഡർ മോർ ഐറ്റംസ്. പണി പാളി. നമുക്ക് ലോണല്ല എടുത്താലോ ഇച്ചിരി. ഞാൻ വിചാരിക്കും മറ്റേ ഷൂ സ്റ്റോറിൽ തിരിക്കാൻ പറ്റാത്ത കച്ചവടം കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ലെവലപ്പ്. പക്ഷേ ഇതിൽ ഒരാൾ പോലും വരുന്നില്ലല്ലോ. പണി കിട്ടി. ഓടി. ഇവിടാണ് എല്ലാവരും വരുന്നത്. പിന്നെ എല്ലാവരും നേരെ നടന്നു പോവുക. ഷൂ സ്റ്റോർ ആരും കാണുന്നില്ല. പോലെ നടന്നു പോകുന്നത്. അയ്യോ എൻ്റെ പൈസ എല്ലാം പോയേ. കണ്ടോ ക്ലോത്ത് സ്റ്റോർ. അപ്പോൾ ക്ലോത്തിലേക്കുള്ള സാധനങ്ങൾ ഇത് 400 വാങ്ങാം. ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഒരു ക്രിസ്മസ് അപ്പൂവിൻ്റെ ഡ്രസ്സും കൂടെ ഇവിടെ തൂക്കാം. 320 രൂപ കളക്റ്റഡ്. നൈസ്. ഇത് റിവിഷൻ ബാഗ്. ഇത് ഇവിടെ അല്ലേ വെക്കേണ്ടത്? കണ്ടോ ഇവിടോട്ടാ. ഒരാളെങ്കിലും കയറുമോ? ഇല്ല. എന്തോ സീനുണ്ട് ഗൈസ്. ഇനി നമ്മൾ ഈ ഷൂസിൻ്റെ ആണോ ഓപ്പൺ? ഇതെവിടെ ഓപ്പൺ ചെയ്യുന്നത്? അതെ ഓപ്പൺ സ്റ്റോർ. ഗൈസ് ഇപ്പോൾ ഓപ്പൺ ചെയ്യണം നമ്മളിങ്ങനെ. ഓപ്പൺ ഷൂ സ്റ്റോർ. സർവ് 5 കസ്റ്റമേഴ്സ് ഇൻ ഷൂ സ്റ്റോർ. അതിന് ഓപ്പൺ ചെയ്യണ്ടേ? ഞാൻ ഓപ്പൺ സ്റ്റോർ ഡിസ്പ്ലേ ആഡ്. ഗൈസ് എന്തുകൊണ്ടാണ് ഇതിൽ വാള് വരാത്തതെന്ന് പറയാൻ പറ്റുമോ ഗൈസ്? കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ സ്റ്റോർ ഓപ്പൺ ആക്കില്ല. ഓപ്പൺ ആക്കുന്നത് എങ്ങനെയാണ്? വെയിറ്റ് ഗൈസ് എപ്പോൾ പറയാം. സംഭവം ഞാൻ ഇത് ഓൺ ആക്കിയില്ല. നമ്മുടെ ടാബിലാണ് ഓൺ ആക്കുന്നത്. ടോപ്പ് ദ സ്റ്റീവ് അവിടെ നിനക്കിട്ടുള്ളതാണ് ഞാൻ തരാം. ഇവിടെ എങ്ങനെ അടിക്കും? അതുകൊണ്ട് പലമഴ അടിച്ച് പിടിക്കും. ഒരെണ്ണം കൂടെ കൊടുത്തു. പൈസ. കളനല്ലേ, കളന് പൈസ ഉണ്ട് ആവശ്യം. നമുക്കിവിടെ കണ്ടോ ഇപ്പോൾ നോക്ക് കച്ചവടം. ഞാൻ നോക്കി എൻ്റെ പൊന്നിൻ്റെ പൈസ തന്നെ പോയെന്ന്. $150 നമുക്ക് കിട്ടി. അയ്യോ 52 നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ലാഭമാണ് ഗൈസ്. ചിലവരൊക്കെ കുറച്ചേ വാങ്ങുന്നുള്ളൂ. ആ ചേച്ചി റിച്ചാണ്. കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി കൂടെ ലൈസൻസ് എടുത്തിട്ട് വാങ്ങാം. അത്രേ ഉള്ളൂ. 90 രൂപയ്ക്ക് സാധനം വാങ്ങി. 60. ഇവിടെ ഷൂ സ്റ്റോർ ഫിനിഷ് ഓർഡർ. ഓക്കെ. പിന്നെ എവിടോട്ട് ഒരു സ്റ്റോറും കൂടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ടോയ് സ്റ്റോർ. ഇപ്പോൾ ഇത് രണ്ടും മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. കൂടുതലും ഇച്ചിരിയും കൂടെ പൈസ ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ സാധനം ഓർഡർ ചെയ്യാം. ഫസ്റ്റ് ഗെയിംസ് ഇതിലോട്ടുള്ളത്. എൻ്റെ 1700 രൂപയുണ്ട്. ഒരു 600 രൂപയ്ക്കുള്ള സാധനം 1. പിന്നെ ജീൻസിൽ 1, 2. ഇത് 2 എണ്ണം കിടക്കട്ടെ. ഇതിൽ 1. ഇപ്പം എത്ര? 1100 കിടക്കട്ടെ.
പിന്നെ ഇവിടോട്ട് വാങ്ങിക്കാനായിട്ട് എൻ്റെ ഒന്നുമില്ല. പണി പാളി. ഷൂസ് നോക്കട്ടെ, 150 രൂപ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പം അത് സ്റ്റോർ പൂട്ടേണ്ടി വന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ കച്ചവടം ഇപ്പം നടക്കുന്നതിൽ രണ്ടും അത്യാവശ്യം ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പൈസ കൊടുത്ത് ഇത് ഓർഡർ ചെയ്തത്. ഈ ക്ലോത്ത് സ്റ്റോറിൽ അത്യാവശ്യം നല്ല കച്ചവടം. ലെവലപ്പായിട്ടുണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മാൾ ലെവൽ 5 ആയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്കിപ്പോൾ ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ എൻ്റെ ആയി. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തുള്ള വീഡിയോ വേഗം മാൾ സിമുലേറ്ററുമായിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? സെറ്റാണ്. നമ്മുടെ ഷൂസൊക്കെ ഇനിയും നമ്മൾ വാങ്ങും. ഓക്കെ, ഇന്നത്തെ ഞാൻ ഈ മാളിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു സ്റ്റോറും പിന്നെ നമ്മൾ തുടങ്ങിയ ടോയ് സ്റ്റോറിലോട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ വരെ കാണുന്നവരെ ബായ്.